കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 4.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 4.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, 75 92 93 96 16. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ് ഡിയർ ലേണേഴ്സ്, വെൽക്കം ടു ഇഗ്നോ ഫോക്കസ് 4.0. ഇഗ്നോ ഫോക്കസ് 4.0 ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് MEG 14 എന്ന പേപ്പറാണ്. അതായത് കണ്ടംപററി ഇന്ത്യൻ ലിറ്ററേച്ചർ ഇൻ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എന്ന പേപ്പറിന്റെ പ്രീവിയസ് ഇയർ ഇഗ്നോ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബ്ലോക്സ്, യൂണിറ്റ്സ്, ടോപ്പിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ 2025 ജൂൺ ടേം ആൻഡ് എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ MEG 14 വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസും ടോപ്പിക്സും ഒക്കെ നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇത് നിങ്ങളുടെ റിവിഷൻ കുറച്ചും കൂടി സ്ട്രാറ്റജിക് ആക്കാനും നിങ്ങളുടെ എഫേർട്സ് കുറച്ചും കൂടി സ്മാർട്ടർ ആക്കാനും കോൺഫിഡൻറ്റോടെ എക്സാമിനെ ഫേസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. സോ ഇന്ന് നമ്മൾ ഈ ഡോക്യുമെന്റിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു സിലബസ് മാപ്പിംഗ് ആണ്. ഈച്ച് ബ്ലോക്ക് ആൻഡ് യൂണിറ്റ് ഓഫ് MEG 14, സിലബസ് ഡീകൺസ്ട്രക്ഷൻ, അതിനുശേഷം എക്സാം പാറ്റേൺ അനാലിസിസ് ചെയ്യും. പിന്നീട് ഏറ്റവും കൂടുതൽ ആവർത്തിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിനുശേഷം ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ, വരാൻ സാധ്യതയുള്ള ഈ ജൂൺ 2025 എക്സാമിന് നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത്, അതിന്റെ ശതമാനം എത്ര പ്രോബബിലിറ്റി ചാൻസ് ഉണ്ട് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും. ആൻഡ് ഏറ്റവും അവസാനമായിട്ട് മോക്ക് ക്വസ്റ്റ്യൻ പേപ്പറും ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ മോക്ക് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മാർക്കിംഗ് സ്കീമും ആൻസേഴ്സും മോഡൽ ആൻസേഴ്സും നമ്മുടെ ലേൺവൈസ് ആപ്പിലും അവൈലബിൾ ആയിരിക്കും. അപ്പൊ ആദ്യമേ സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് വിത്ത് എക്സാം റെലവൻസ്. ഇവിടെ നിങ്ങൾക്ക് ഒരു ബാർ ചാർട്ട് കാണാം. ബാർ ചാർട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും, നമ്മൾ 8 വർഷങ്ങളിലായിട്ട് കഴിഞ്ഞു പോയിട്ടുള്ള ടേം ആൻഡ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ബാർ ഗ്രാഫ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 2021 ടേം ആൻഡ് എക്സാം തൊട്ട് 2024 ടേം ആൻഡ് എക്സാം വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തിട്ടാണ് ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ബാർ ഗ്രാഫ് അല്ലെങ്കിൽ ബാർ ചാർട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് താഴെ ബ്ലോക്സ് എന്ന് കാണാം ആൻഡ് സൈഡിലായിട്ട് നമുക്ക് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കാണാം. അപ്പൊ ഇതൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ബ്ലോക്ക് 2 സംസ്കാര ആൻഡ് ബ്ലോക്ക് 3 തമസ് ആർ ഹൈലി അല്ലെങ്കിൽ ഹയസ്റ്റ് yielded സെക്ഷൻ ആണ് ഈ രണ്ട് ബ്ലോക്സും. ആൻഡ് അതിന്റെ പുറകെ വരുന്നതാണ് ഡ്രാമ, തുക്ലക് എന്ന് പറയുന്ന ഡ്രാമ, ആൻഡ് പോയട്രി, അതുപോലെ തന്നെ നോൺ ഫിക്ഷൻ ബ്ലോക്സും. ഷോർട്ട് സ്റ്റോറീസിന് ഗെറ്റ് ലൈക്ക് സ്ലൈറ്റ്ലി ലെസ് എംഫസിസ്. അത് നമുക്ക് ഈ ബ്ലോക്ക് ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ, ഈ ബാർ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഓരോ ബ്ലോക്കിലും ഏറ്റവും കൂടുതൽ ആവർത്തിച്ചിട്ടുള്ള ബ്ലോക്സ് ഏതാണ്, കുറവുള്ള ബ്ലോക്സ് ഏതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇനി അടുത്തത് നമ്മൾ ഈ ഒരു കാര്യം, സെയിം കാര്യം തന്നെ ഒരു ഹീറ്റ് മാപ്പിന്റെ സഹായത്തോട് കൂടിയിട്ട് ഇവിടെ പ്രസന്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇവിടെയും നമുക്ക് കാണാം ബ്ലോക്സ് ആൻഡ് യൂണിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഹൈ ഫ്രീക്വൻസി ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുള്ള ബ്ലോക്സും യൂണിറ്റ്സും നമുക്ക് കുറച്ചും കൂടി ഡാർക്കർ ഷെയ്ഡിലും ബാക്കി കുറവുള്ളത് ലൈറ്റർ ഷെയ്ഡിലും നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ബ്ലോക്ക് 2, 3, 6 ആൻഡ് 7 അവിടെ നിന്നാണ് ഹൈ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് കമ്പയർ ടു അതർ ബ്ലോക്സ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് കോംപ്രഹെൻസീവ് സിലബസ് മാപ്പിംഗ് ടേബിൾ ആണ്. ഇവിടെ നമുക്ക് ഓരോ ബ്ലോക്കും യൂണിറ്റും ടോപ്പിക്കും തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പിയറൻസസ്, എത്ര ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഈ ഒരു ടോപ്പിക് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ അതിന്റെ റെലവൻസ്. അപ്പിയറൻസസ് എന്ന് പറയുമ്പോൾ എത്ര ചോദ്യ പേപ്പറുകളിൽ ഈ ഒരു ടോപ്പിക് വന്നിട്ടുണ്ട്, അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അതിന്റെ റെലവൻസ് കണക്കാക്കുന്നത്. ഹൈ ആണോ, ലോ ആണോ, അതോ മീഡിയം ആണോ എന്നുള്ളത്. സോ ഫസ്റ്റ് ബ്ലോക്ക് 1, യൂണിറ്റ് 1, ദ കൺസെപ്റ്റ് ഓഫ് ഇന്ത്യൻ ലിറ്ററേച്ചർ, appearances 7 and relevance medium. And next block 1, unit 2, modern period printing prose novel, appearances 6, relevance medium. Next block 1, unit 3, comparative studies in translation, appearances 9, relevance medium.
Next, block 1, unit 4, issues in translation, appearances 5, relevance, medium. Next is block 2, unit 1, you are Anandamurthy, context, appearance 4, relevance, low relevance. Then block 2, unit 2, samskara, narrative and structure, appearances 14, relevance high. Next again, block 2, unit 3, allegory, themes and samskara, appearance 10, so high relevance. Next, block 2, unit 4, characters, criticism, relevance, appearance 6, medium relevance. Next, block 3, unit 1, Bishamsani, partition context, 5, appearance 5 and medium relevance. Next, block 3, unit 2, Thomas, summaries and narrative, appearance 10 and high relevance. Next again, block 3, unit 3, narratives, themes, communalism, 13, appearance, high relevance. Again, coming to next block 3, unit 4, characters, subaltern in Thomas, appearance 7, medium relevance. Next, block 3, unit 5, literary criticism or overview, appearance 6 and medium relevance. Now, coming to block 4, unit 1, Mahashweta Devi's Salt, appearance 4, low relevance. Block 4, unit 2, Bashir, birthday, appearance 3 and low relevance. Next, block 4, unit 3, Nirmal Verma, birds, appearance 4, low relevance. Now, block 4, unit 4, Ismat Chugthai, Chinese granny, appearance 2 and relevance low. Next, block 4, unit 5, Gopinath Mohati, Tadpa, appearance 2 and low relevance. Next, block 5, unit 1, Goswami, the empty chest. Block 3, appearance 3 and low relevance. Next, block 5, unit 2, Jotwani, very lonely, she. Appearance 1, so low relevance. Next, block 5, unit 3, Ahmed, headmaster, prod, and Shamshad. Appearance 1, low relevance. Block 5, unit 4, Deta, the compromise. Appearance 1, low relevance. And block 6, unit 1, poetry, any poetry, and Nokinir, Mura Singh, etc. Appearance 4 and low relevance. Next, block 6, unit 2, Haribhajan Singh, Tree and the Siege. Appearance 4, low relevance. Next, block 6, unit 3, Nadim and Sachdev. Appearance 4, low relevance. Block 6, unit 4, Kondepudi Nirmala, Mother Series. Appearance 2, low relevance. Next is block 6, unit 5, Rath, Sri Radha. Appearance 3, low relevance. Next, block 6, unit 6, Yashish Chandra, Dasal, etc. Appearance 2, low relevance. Next, block 7, unit 1, Contemporary Indian Theatre. Appearance 3, low relevance. Next, block 7, unit 2, Karnad, Introduction to Tughlaq. Appearance 4, low relevance. Now, again, block 3, unit 3, themes, motives, power in Tughlaq. 12, appearance 12, so high relevance. Now, block 7, unit 4, characters, critical comment. Appearance 6, medium relevance. Next is block 8, unit 1, Amrit Rai, Premchand. Appearance 4, low relevance. Next, block 8, unit 2, Bama, Karukku and Dalit narrative. Appearance 6, medium relevance. Next is block 8, unit 3, Manto on Ishmat. Appearance 2, low relevance. Next, block 8, unit 4, Magopathyaya and Mani Mahesh. Appearance 4, low relevance. So, here ഇവിടെ ഇപ്പം നമുക്ക് മനസ്സിലായിട്ടുണ്ട് എത്ര അപ്പിയറൻസസ് ആണ് ഓരോന്നിനും ഓരോ ബ്ലോക്കിനും യൂണിറ്റിനും ഒക്കെ എന്ന്. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ടോപ്പ് 3 ഹൈ ഈൽഡ് ടോപ്പിക്സ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഹൈ പ്രയോറിറ്റി കൊടുക്കേണ്ട 3 ഹൈ ഈൽഡ് ടോപ്പിക്സ് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിലാദ്യം തന്നെ സംസ്കാര, നെറേറ്റീവ്, അലിഗറി, തീംസ്. ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് ചോദിക്കാറുള്ളതാണ്. അതിന് ടെക്സ്ച്വൽ അനാലിസിസ് അല്ലെങ്കിൽ തീമാറ്റിക് എക്സ്പ്ലറേഷൻ എന്നുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അടുത്ത ഒരു ഹൈ റെലവന്റ് അല്ലെങ്കിൽ ഹൈ ഈൽഡ് ക്വസ്റ്റ്യൻ ആണ് തമസ്, സ്ട്രക്ചർ, കമ്മ്യൂണലിസം, നെറേറ്റീവ്. ഇതും റെഗുലർലി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ അടുത്ത തേർഡ് ടോപ്പ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലെങ്കിൽ ടോപ്പിക് ആണ് തുഗ്ലക്, തീംസ്, പവർ, മോട്ടീവ്സ്. ഇതും ഇടയ്ക്കിടയ്ക്ക് നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ മോട്ടീവ്സ്, തീം, പവർ ഇതൊക്കെ.
ഇനി കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് നടത്തി കഴിഞ്ഞാൽ നമുക്കറിയാം എക്സാംസിന്റെ ക്വസ്റ്റ്യൻ ഡിഫറെന്റ് ഫോർമാറ്റ്സിലാണ് വരിക. അപ്പോൾ ലോങ് എസ്സേ ഉണ്ടായിരിക്കും, ഷോർട്ട് എസ്സേ ഉണ്ടായിരിക്കും, ഷോർട്ട് നോട്ട്സ് ഉണ്ടായിരിക്കും, അതുപോലെ കോണ്ടെക്സ്ച്വൽ പാസേജ് ഡിസ്കഷൻ ഉണ്ടായിരിക്കും, പിന്നെ കമ്പാരിറ്റീവ് ആൻഡ് തീമാറ്റിക് എസ്സേ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ വളരെ റെയർ ആയിട്ടാണ് ഫാക്ച്വൽ അല്ലെങ്കിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരാറ്. നോർമലി ലോങ് എസ്സേ വരാം, ഷോർട്ട് എസ്സേ വരാം, പിന്നെ കോണ്ടെക്സ്ച്വൽ ഒരു പാസേജ് ഡിസ്കസ് വിത്ത് റെഫറൻസ് ടു ദ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് വരാം, പിന്നെ കമ്പാരിറ്റീവ് അല്ലെങ്കിൽ തീമാറ്റിക് എസ്സേ. നിങ്ങൾ ഓൾറെഡി ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ? അതല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA എല്ലാം നേടാം. ഇഗ്നോ നൽകി വരുന്ന 36ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രിഹെൻസീവ് സപ്പോർട്ട് ലേൺവൈസിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കാൻ ലേൺവൈസ് എപ്പോഴും തന്നെ ശ്രദ്ധിക്കാറുണ്ട്. ലേൺവൈസിന്റെ വ്യത്യസ്ത സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിൽ പോവുക. നിങ്ങൾക്ക് അവിടെ ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും. ലേൺവൈസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ടും ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടുന്നതിനായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ഇനി നമുക്കിവിടെ കാണാൻ സാധിക്കും ഓരോ ഫോർമാറ്റും, ക്വസ്റ്റ്യൻസിന്റെ ഓരോ ഫോർമാറ്റും, അതിന്റെ മാർക്സും, പിന്നെ അതുപോലെ എത്ര വേർഡ്സിൽ നമ്മൾ ആൻസർ എഴുതണം. വേർഡ് കൗണ്ട്, ലോങ് എസ്സേ mark 20, word count 400 to 500. Short note format, short note mark 10, word count 200 to 250. Contextual passage discussion mark 5, word count 60 to 100. Comparative or thematic essay mark 20, word count 400 to 500. Now next is factual or direct questions mark 5 to 10, word count 100 to 100. ഇനി നമ്മൾ ആ പറഞ്ഞ കാര്യം തന്നെ കുറച്ചും കൂടി ഡീപ്പായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ ലോങ് എസ്സേ എന്ന് പറയുമ്പോൾ 400 to 500 വേർഡ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എഴുതേണ്ടതാണ്. ആൻഡ് അതിന് 20 മാർക്കായിരിക്കും ഉണ്ടാവും. വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അനലൈസ് ചെയ്ത് ആ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്തിട്ട് വേണ്ട വിധത്തിലുള്ള എക്സാമ്പിൾസും അതുപോലെ തന്നെ ടെക്സ്റ്റൽ ബേസ്ഡ് ആയിട്ടുള്ള എവിഡൻസസും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ട് വേണം ലോങ് എസ്സേ എഴുതാനായിട്ട്. ആൻഡ് അതേപോലെ തന്നെ ഷോർട്ട് നോട്ട്സ്. ഷോർട്ട് നോട്ട് മീൻസ് ഭയങ്കര കൺസൈസ് ആയിട്ട്, ഭയങ്കര ബ്രീഫ് ആയിട്ട് വേണം എഴുതാൻ. എന്നാൽ അതിൻ്റെ ഉള്ളിൽ എല്ലാ പോയിന്റ്സും ഉണ്ടായിരിക്കണം. 200 to 250 വേർഡ്സിലാണ് ആൻസർ എഴുതേണ്ടത്. 10 മാർക്സ് ആയിരിക്കും ഷോർട്ട് നോട്ട്സിന് ഉണ്ടാവും. വളരെ ഷോർട്ട് ആയിട്ട് എഴുതണം എന്നുണ്ടെങ്കിലും ആണെങ്കിലും വളരെ ഫോക്കസ്ഡ് ആയിരിക്കണം നമ്മുടെ ആൻസർ, വളരെ ക്ലിയർ ആയിരിക്കണം നമ്മുടെ ആൻസർ. അടുത്ത ടൈപ്പ് അല്ലെങ്കിൽ അടുത്ത ഫോർമാറ്റ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് കോണ്ടെക്സ്ച്വൽ പാസേജ് ഡിസ്കഷൻ. ഇവിടെ നമുക്കൊരു പാസേജ് തരും, അല്ലെങ്കിൽ ഡിസ്കസ് വിത്ത് റെഫറൻസ് ടു ദ കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു കുറച്ച് ലൈൻസോ അല്ലെങ്കിൽ ഒരു പാസേജ് തരും. അത് ഏതിൽ നിന്നാണ്, ഏത് ടെക്സ്റ്റിൽ നിന്നാണ് എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. ആൻഡ് ആ കോണ്ടെക്സ്റ്റ് എന്താണ്, അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ് എന്നുള്ളത് നമ്മൾ ആൻസർ ആയിട്ട് എഴുതേണ്ടതാണ്. 60 to 100 വേർഡ്സിലാണ് ആൻസർ എഴുതേണ്ടത്. ആൻഡ് അതിന് 5 മാർക്സ് ആണ് ഉണ്ടാവുക. ഇനി നെക്സ്റ്റ് ഫോർമാറ്റ് ആണ് കമ്പാരിറ്റീവ് ഓർ തീമാറ്റിക് എസ്സേ. ഇത് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്. 20 മാർക്സിനാണ് നമ്മൾ എഴുതേണ്ടത്. 400 to 500 വേർഡ്സിലാണ് എഴുതേണ്ടത്. നമ്മൾ ഒരു തീം അല്ലെങ്കിൽ ഒരു മോട്ടീവിനെ കമ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനോ ഉള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും ഈ ഒരു ഫോർമാറ്റിൽ ചോദിക്കുന്നുണ്ടാകുക. നെക്സ്റ്റ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് ബൈ സിലബസ് ബ്ലോക്ക്. ലാസ്റ്റ് 5 ഇയേഴ്സിൽ കണ്ടക്ട് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ബേസിസിലാണ് നമ്മളിവിടെ ഓരോ ബ്ലോക്കിൽ നിന്നും എത്ര പെർസെന്റേജ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പോകുന്നത്. So first is block 1, background. December 2021, June 2022, December 2022, June 2023, December 2023 എന്നിങ്ങനെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് നമ്മൾ അനലൈസ് ചെയ്തിരിക്കുന്നത്. ആവറേജ് മാർക്സ് പെർ പേപ്പർ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ടോട്ടൽ പെർസെന്റേജ് ഷെയറും കൊടുത്തിട്ടുണ്ട്. ബ്ലോക്ക് 1 ബാക്ക്ഗ്രൗണ്ട് 8, 7, 8, 7, 7. Average marks per paper 7.4 and total share is 7%. Next block 2 സംസ്കാരം എന്ന് വന്നിട്ടുള്ളത് 18, 19, 18, 19, 18. Then average marks per paper 18.4 and total percentage share is 18%. Next block 3 Thomas 17, 16, 18, 17, 17 and average marks per paper 17.0 and total percentage share is 17%. Now coming to block 4, short 1, 7, 7, 8, 6, 7, 7.0 on average marks per paper and total percentage share is 7%. Next coming to block 5,
6.2 ആണ് average per paper, and average percentage share is 6%. Next blocks is poetry. 13, 13, 12, 13, 12, 12.6 ആണ് average marks per paper, and total percentage share എന്ന് പറയുന്നത് 13%. Now coming to block 7, തുക്ലക്. തുക്ലക്കിലാണ് ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ കമ്പാരിറ്റീവ്ലി സെക്കൻഡ് എന്ന് നമുക്ക് പറയാം. 15, 15, 15, 14, 15, 14.8 and 15%. കമ്പാരിറ്റീവ്ലി ഒരു സെക്കൻഡ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്ന ബ്ലോക്ക് എന്ന് പറയുന്നത് തുക്ലക് ആണ്. 14.8 ആവറേജ് മാർക്സ് പെർ പേപ്പർ ആണ്, ആൻഡ് 15% ആണ് ടോട്ടൽ പെർസെന്റേജ് ഷെയർ. ബ്ലോക്ക് 8 നോൺ ഫിക്ഷൻ 11, 10, 10, 11, 10, 10.4 ആണ് ആവറേജ് മാർക്സ് പെർ പേപ്പർ, ആൻഡ് ടോട്ടൽ പെർസെന്റേജ് ഷെയർ ഈസ് 10%. ഇത് ഡിസംബർ 2021 ടേം ആൻഡ് എക്സാം തൊട്ട് ഡിസംബർ 2024 ടേം ആൻഡ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ടേബിൾ ആണ്. നെക്സ്റ്റ് ആ സെയിം കാര്യം തന്നെ നമ്മൾ ഇവിടെ ഒരു ട്രെൻഡ് വിഷ്വലൈസേഷൻ ചാർട്ടിൽ കൊടുത്തിട്ടുണ്ട്, ഡിഫറെന്റ് കളേഴ്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും പെർസെന്റേജ് ഓഫ് ടോട്ടൽ മാർക്സ്, ആൻഡ് താഴെ സെഷൻസ്. ഓരോ സെഷനിലെ മാർക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബേസിസിലാണ് നമ്മളത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഡിഫറെന്റ് ലൈൻസ് നമുക്ക് കാണാം. ഓരോ ലൈനും ഓരോ ഫോർമാറ്റ് ഓഫ് ക്വസ്റ്റ്യനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നതാണ്. നെക്സ്റ്റ് ഈ ഒരു ട്രെൻഡ് അനലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ പറയാണ് ലോങ് എസ്സേസ് ആണ് കൂടുതലും ചോദിച്ചിരിക്കുന്നത്, 38 to 41%. ഷോർട്ട് നോട്ട്സ് മെയിൻറ്റെയിൻ എ സ്റ്റഡി 24 to 25%, ആൻഡ് കോണ്ടെക്ച്വൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് അറൌണ്ട് 18 to 20%, ആൻഡ് കമ്പാരിറ്റീവ് എസ്സേസ് ലെസ് ഫ്രീക്വന്റ്, അറൌണ്ട് 12 to 14%. ലെസ് ആണ് ചോദിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ഈ സെയിം കാര്യം തന്നെ അനലൈസ് ചെയ്തുകൊണ്ട് പറയുകയാണെങ്കിൽ ലോങ് എസ്സേസ് ആണ് അസസ്മെന്റിന്റെ ഒരു ബാക്ക് ബോൺ എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ആൻഡ് 2022 ശേഷം ചെറുതായിട്ടൊരു സ്ലൈറ്റ് ഷിഫ്റ്റ് വന്നിട്ടുണ്ട് ടുവേർഡ്സ് ഷോർട്ട് നോട്ട്സ്. കോണ്ടെക്ച്വൽ പാസേജസ് എപ്പോഴും ഉണ്ടാവാറുണ്ട്, കൺസിസ്റ്റന്റ് ആയിട്ട് ഉണ്ടാവാറുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമ്പാരിറ്റീവ് അല്ലെങ്കിൽ തീമാറ്റിക് എസ്സേസും സ്റ്റേബിൾ ആയിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു പാറ്റേൺ ആണ്. ഇനി നമ്മൾ പറയാം, നമ്മൾ 3 hour എക്സാം ആണ്, നമുക്കറിയാം 3 hour എക്സാം ആൻഡ് 100 മാർക്സിനാണ് എക്സാം ഉണ്ടാവാം. ലോങ് ആൻസർ എസ് അല്ലെങ്കിൽ ലോങ് ആൻസർ എസ് ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ ഒരു 70 minutes മാറ്റിവെക്കുക, ഷോർട്ട് നോട്ട്സിന് ഒരു 60 minutes മാറ്റിവെക്കുക, കോണ്ടെക്ച്വൽ പാസേജ് ഡിസ്കഷൻ ഒരു 40 minutes മാറ്റിവെക്കുക, ആൻഡ് കമ്പാരിറ്റീവ് എസ്സേക്ക് ഒരു 30 minutes. ഈ രീതിയിൽ നമ്മൾ ടൈം അലോക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ മാറ്റിവെക്കുക. അപ്പോൾ ലോങ് എസ്സേ എന്ന് പറയുമ്പോൾ 70 minutes നമ്മൾ 35 minutes ഈച്ച് വെച്ച് കൊടുക്കുക. ഷോർട്ട് നോട്ട്സ് എന്ന് പറയുമ്പോൾ 60 minutes, അതായത് 50 minutes ഈച്ച്, ഓരോ ചോദ്യത്തിനും 50 minutes വെച്ച് കൊടുക്കുക. കോണ്ടെക്ച്വൽ പാസേജിന് 40 minutes, അതായത് 10 minutes, ഓരോന്നിനും 10 minutes വെച്ച് കൊടുക്കുക. ഓരോ ക്വസ്റ്റ്യൻ ആൻസറിനും എഴുതാനായിട്ട് 10 minutes കൊടുക്കുക. കമ്പാരിറ്റീവ് എസ്സേ ഓരോന്നിനും 30 minutes വെച്ചിട്ട് ഒരു ചോദ്യമാണ് എഴുതാണ്ടാവുള്ളൂ 20 മാർക്കിന്, അങ്ങനെ കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും വളരെ കോൺഫിഡന്റ് ആയിട്ട് എഴുതുക. അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ ബിഗിൻ വിത്ത് ലോങ് എസ്സേ. ലോങ് എസ്സേയിൽ സ്റ്റാർട്ട് ചെയ്യുക, കാരണം നമ്മുടെ മൈൻഡ് ഫ്രഷ് ആയിരിക്കും ആ ഒരു ടൈമിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്. ദെൻ മൂവ് ടു ഷോർട്ട് നോട്ട്സ് ആൻഡ് ദെൻ ടു പാസേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. അങ്ങനെയാണ് ചെയ്യുക. അതുപോലെ തന്നെ ആൻസർ എല്ലാം എഴുതി കഴിഞ്ഞാൽ ഒരു 10 to 20 minutes അല്ലെങ്കിൽ 20 to 30 minutes നമ്മൾ എഴുതിയ ആൻസേഴ്സ് എല്ലാം ഒന്ന് റിവൈസ് ചെയ്യുക, ഒന്ന് വായിച്ചു നോക്കുക, ഒന്ന് റിവ്യൂ ചെയ്യുക. എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് തിരുത്താനുള്ള ഒരു ടൈമാണിത്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ടോപ്പ് 10 recurring questions. ഏറ്റവും കൂടുതൽ ആവർത്തിച്ചിട്ടുള്ള 10 ചോദ്യങ്ങളാണ്. സോ MEJ14 ഏറ്റവും കൂടുതൽ ആവർത്തിച്ചിട്ടുള്ള 10 questions ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഇസ് ഡിസ്കസ് ദ തീം ഓഫ് പവർ ഇൻ ദ പ്ലേ തുക്ലക്. 7 തവണയാണ് അല്ലെങ്കിൽ 7 ചോദ്യപേപ്പറുകളിൽ കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. സെക്കൻഡ് ഇസ് എക്സാമിൻ സംസ്കാര ആസ് എൻ അലിഗറി. അപ്പിയറൻസ് കൗണ്ട് 6, 6 ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. നെക്സ്റ്റ്, വാട്ട് പാർട്ട് ഡസ് റിലീജിയൻ പ്ലേ ഇൻ തമസ്. അപ്പിയറൻസ് കൗണ്ട് 6. ഫോർത്ത് ക്വസ്റ്റ്യൻ, write a short note on the symbolism in the empty chest. Appearance count 6. Next, fifth question, analyze the narrative structure of Thamas. Appearance count 5. Sixth question, discuss the problems raised by Bama in Karukku. Appearance count 5. Then seventh question, comment on the role of memory in birds. Appearance count 5. Next, comment on the contemporary relevance of Sanskara. Appearance count 4. And next is discuss the predicament of tribals in South. ഇതാണ് നമ്മളുടെ ടോപ്പ് 10 recurring അല്ലെങ്കിൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയാം. ഇനി നമ്മൾ ഒരു ബോക്സ് ഇവിടെ കാണാം, ഒരു ടേബിൾ ഇവിടെ കാണാം. ക്വസ്റ്റ്യൻസ് അത് ഏത് ബ്ലോക്കിൽ നിന്നാണ് അല്ലെങ്കിൽ ഏത് യൂണിറ്റിൽ നിന്നാണ്, അപ്പിയറൻസ് ആൻഡ് ദെൻ ആവറേജ് മാർക്സ്.
ഫസ്റ്റ് ഇസ് തീം ഓഫ് പവർ ഇൻ തുഗ്ലക് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ബ്ലോക്ക് 7 യൂണിറ്റ് 3 വരുന്നതാണ്. 7 അപ്പിയറൻസ് കൗണ്ട് 7 ആണ്, ആവറേജ് മാർക്ക് 20. നെക്സ്റ്റ് സംസ്കാര ആസ് അലിഗറി ബ്ലോക്ക് 2 യൂണിറ്റ് 3 വരുന്ന ടോപ്പിക് ആണ്. 6 ചോദ്യ പേപ്പറുകളിൽ നമുക്ക് കണ്ടിട്ടുണ്ട് ആൻഡ് ആവറേജ് മാർക്സ് ഇസ് 20. നെക്സ്റ്റ് ഇസ് റിലീജിയൻ ഇൻ തമസ് ബ്ലോക്ക് 3 യൂണിറ്റ് 3, അപ്പിയറൻസ് കൗണ്ട് 6 ആൻഡ് ആവറേജ് മാർക്ക് 20. Next, symbolism in the empty chest, block 5, unit 1, appearance count 6 and average mark is 10. Next, narrative structure of Thomas, block 3, unit 2-ലും 3-ലും വരുന്ന ഒരു question ആണ്. Appearance 5 and average mark 20. Next is problem raised by Bama and Karakku, block 8, unit 2, appearance 5 and average mark 20. Next, role of memory in birds, block 4, unit 3, and appearance 5, average mark 10. Next is motive of chess in Tughluq. Block 4, block 7, unit 3-ൽ വരുന്നതാണ്. Appearance 4 and average mark 10. Next is contemporary relevance of samskara. അത് block 2, unit 4-ൽ വരുന്നതാണ്. Appearance 4 and average mark 20. Next, predicament of tribals in salt. Block 4, unit 1, appearance 4 and average mark 10. ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഇഗ്നോയിൽ നിന്നൊരു ഡിഗ്രിയോ പി ജി ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണോ? എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, പി ജി, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കാം. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാകും. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. പ്രാക്ടീസ് ഔട്ട്ലൈനിങ് യുവർ ആൻസേഴ്സ് ഇൻ 5 minutes, then write the full answers in 12 to 15 minutes. ഓക്കെ, ഇങ്ങനെ വേണം നമ്മൾ നമ്മളുടെ റിവിഷൻ ടൈമിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട്. പ്രാക്ടീസ് യുവർ ഔട്ട്ലൈൻ, ഒരു ആൻസറിന്റെ ഔട്ട്ലൈൻ 5 മിനിറ്റിൽ പ്രാക്ടീസ് ചെയ്തിട്ട് 12 to 15 മിനിറ്റ്സിൽ ആ കംപ്ലീറ്റ് ആൻസർ എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ റിവിഷൻ ടൈമിൽ ചെയ്യേണ്ടതാണ്. ഇങ്ങനെ റിവിഷൻ ചെയ്താലേ നമുക്ക് എക്സാം ഹാളിൽ, എക്സാം കണ്ടീഷനിൽ, എക്സാം അറ്റ്മോസ്ഫിയറിൽ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ പറഞ്ഞ് ഡിസ്കസ് ചെയ്തിട്ടുള്ള 10 ചോദ്യങ്ങളും വളരെ നല്ല രീതിയിൽ നിങ്ങൾ എഴുതി നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് വേണം പോകാനായിട്ട്. ആൻഡ് അവസാനം നമ്മൾ കൂടുതലായിട്ട് എഴുതിയ ആൻസറുമായിട്ട് ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ, മോഡൽ ആൻസറുമായിട്ട് ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഈ എഴുതിയിരിക്കുന്ന ആൻസേഴ്സിലെ മിസ്റ്റേക്സും നമ്മൾ കമ്പയർ ചെയ്തിട്ട് വേണം റിവിഷൻ ടൈമിൽ പഠിക്കാനായിട്ട്. അപ്പൊ ഇതാണ് റിവിഷൻ ടൈമിൽ നമ്മൾ ചെയ്യേണ്ട 3 കാര്യങ്ങൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വിഷ്വലൈസേഷൻ ആണ്. നമ്മൾ ഈ ഡിസ്കസ് ചെയ്തിട്ടുള്ള 10 ഫ്രീക്വന്റ്ലലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് എത്ര പെർസെന്റേജ് വന്നിട്ടുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമുക്ക് ഇവിടെ കാണാം. 85% ആണ് ടോപ്പ് 10 റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഷെയർ ഓഫ് ഓൾ എക്സാം ക്വസ്റ്റ്യൻസ്. അതർ ക്വസ്റ്റ്യൻസ് 85% ആൻഡ് ടോപ്പ് 10 റിപ്പീറ്റ്സ് 15%. So top 10 repeated questions make about 15% of all exams in the past 10 years. കഴിഞ്ഞ 10 വർഷങ്ങളിലായിട്ട് ടോപ്പ് 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് 15% ഷെയർ കൊടുത്തിട്ടുണ്ട്. ആൻഡ് അതർ ക്വസ്റ്റ്യൻസ് ആർ ലെസ് പ്രഡിക്റ്റബിൾ. അടുത്ത ചോദ്യങ്ങളെല്ലാം ഇനി വരാൻ പോകുന്ന 85% ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ലെസ് പ്രഡിക്റ്റബിൾ ആണ്. ഇനി നമ്മളിവിടെ പ്രോബബിലിറ്റി ചാർട്ടാണ് കാണാൻ വേണ്ടി പോകുന്നത്. അതായത് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തുകൊണ്ട് വരാൻ സാധ്യതയുള്ള ടോപ്പിക്സ് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ ഏതൊക്കെയാണ് എന്നാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കിവിടെ ബ്ലോക്ക് കാണാം, യൂണിറ്റ്, അതുപോലെ ടോപ്പിക് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ, പ്രോബബിലിറ്റി, എത്ര പെർസെന്റേജ് ചാൻസ് ഉണ്ട് വരാൻ എന്നുള്ളത് കാണാം. അതിന്റെ ബേസിൽ നമുക്കത് ഹൈ കാറ്റഗറി ആണോ, ലോ കാറ്റഗറി ആണോ, മീഡിയം കാറ്റഗറി ആണോ എന്നുള്ളത് നമുക്ക് ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ആൻഡ് ജസ്റ്റിഫിക്കേഷൻ ഫുട് നോട്ട്. ജസ്റ്റിഫിക്കേഷൻ ഫുട് നോട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് കാണാം. അതിന് അർത്ഥം എത്ര ആവർത്തിച്ചിട്ടുണ്ട് ഓരോ ചോദ്യം അല്ലെങ്കിൽ ഓരോ ടോപ്പിക്കും കഴിഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ എന്നുള്ളതാണ്. സോ ബ്ലോക്ക് 2 യൂണിറ്റ് 3 സംസ്കാര അലിഗറി ഫോംസ് ആൻഡ് തീംസ് 80% ആണ് പ്രോബബിലിറ്റി, ഹൈ കാറ്റഗറിയിൽ വരുന്നതാണ്. അടുത്തത് ബ്ലോക്ക് 3 യൂണിറ്റ് 3 റിലീജിയൻ കമ്മ്യൂണലിസം ഇൻ തമസ് 80% പ്രോബബിലിറ്റി, ഹൈ കാറ്റഗറിയിൽ വരുന്നതാണ്. നെക്സ്റ്റ് ബ്ലോക്ക് 7 യൂണിറ്റ് 3 പവർ, ചെസ്, മോട്ടീവ്, സ്ട്രക്ചർ ഇൻ തുഗ്ലക് എന്ന് പറയുന്നത് 80% പ്രോബബിലിറ്റി ആണ്, ഹൈ കാറ്റഗറിയിൽ വരുന്നതാണ്.
അതേപോലെ തന്നെ ബ്ലോക്ക് 5 യൂണിറ്റ് 1 സിംബലിസം ഇൻ ദ എംപ്റ്റി ചെസ്റ്റ് 70% പ്രോബിലിറ്റി ഹൈ കാറ്റഗറിയിൽ വരുന്നതാണ്. പിന്നെ നെക്സ്റ്റ് ബ്ലോക്ക് 2 യൂണിറ്റ് 4 കണ്ടംപററി റിലവൻസ് ഓഫ് സംസ്കാര 50% പ്രോബിലിറ്റി ആണ്, മീഡിയം കാറ്റഗറിയിൽ വരുന്നതാണ്. നെക്സ്റ്റ് ബ്ലോക്ക് 8 യൂണിറ്റ് 2 പ്രോബ്ലംസ് ആൻഡ് ഇഷ്യൂസ് ഇൻ കരക്ക് ദലിത് കാസ്റ്റ് 50% പ്രോബിലിറ്റി മീഡിയം റെലവൻസിൽ വരുന്നതാണ്. അടുത്തത് ബ്ലോക്ക് 4 യൂണിറ്റ് 1 പ്രെഡിക്കാമെന്റ് ഓഫ് ട്രൈബൽസ് ഇൻ സോൾട്ട് 40% പ്രോബിലിറ്റി മീഡിയം റെലവൻസിൽ വരുന്നതാണ്. നെക്സ്റ്റ് ഇസ് ബ്ലോക്ക് 4 യൂണിറ്റ് 3 റോൾ ഓഫ് മെമ്മറി ഇൻ ബേർഡ്സ് 40% പ്രോബിലിറ്റി മീഡിയം റെലവൻസ്. അഗൈൻ നെക്സ്റ്റ് ഇസ് ബ്ലോക്ക് 3 യൂണിറ്റ് 2 അല്ലെങ്കിൽ യൂണിറ്റ് 3 വരുന്ന ടോപ്പിക് ആണ് നറേറ്റീവ് സ്ട്രക്ചർ ഓഫ് തമസ് 40% പ്രോബിലിറ്റി മീഡിയം പ്രോബിലിറ്റി. നെക്സ്റ്റ് ഇസ് ബ്ലോക്ക് 7 യൂണിറ്റ് 4 ക്യാരക്ടർ അനാലിസിസ് ഇൻ തുഗ്ലക് 30% പ്രോബിലിറ്റി low, comparatively low relevance. Next is block 1 unit 3 comparative literature 30% probability low relevance. Next block 4 unit 2 realism and social commentary in birthday 20% probability low relevance. Next block 8 unit 1 Pynchon's vision biography analysis 20% probability low relevance. അപ്പോൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തതിൽ നിന്നും ഹൈ റെലവൻസ് എന്ന് പറയുന്നത് 70 അല്ലെങ്കിൽ അതിന് എബവ് പെർസെന്റേജിൽ കാണപ്പെട്ട ചോദ്യങ്ങളെയാണ് നമ്മൾ ഹൈ റെലവൻസ് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. മീഡിയം റെലവൻസ് മീൻസ് 40 to 69% വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിനെയാണ്. ആൻഡ് ലോ മീൻസ് കമ്പാരിറ്റീവ്ലി ലെസ് ദാൻ 40%. അതായത് ഹൈ റെലവൻസ് മീൻസ് 10 ചോദ്യപേപ്പറുകളിൽ 7 എണ്ണത്തിലും വന്നിട്ടുള്ള ടോപ്പിക്സ് അല്ലെങ്കിൽ ഫോക്കസ്ഡ് ഏരിയ. മീഡിയം റെലവൻസ് എന്ന് പറഞ്ഞാൽ 6 ചോദ്യപേപ്പറുകളിൽ 4 എണ്ണത്തിലും വന്നിട്ടുള്ളതാണ്. ആൻഡ് ലോ റെലവൻസ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്നിട്ടുള്ള ടോപ്പിക്സ് ആണ്. നമ്മളിവിടെ ജസ്റ്റിഫിക്കേഷൻ ഫുട് നോട്ട്സ് ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. ഏറ്റവും അവസാനത്തെ ടേബിളിന്റെ ഏറ്റവും അവസാനത്തെ റോയില് ജസ്റ്റിഫിക്കേഷൻ ഫുട് നോട്ട്സ് എന്ന് പറഞ്ഞ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംസ്കാര ഫസ്റ്റ് വൺ സംസ്കാര അലിഗറി ഓർ തീം എന്ന് പറയുന്നത് 8 out of 10 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് തമസ് റിലീജിയൻ ഓർ കമ്മ്യൂണലിസം എന്ന് പറയുന്നത് 8 out of 10 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ 10 തവണ ആവർത്തിച്ചിട്ടുള്ള ചോദ്യമാണ്. ആൻഡ് തേർഡ് വൺ പവർ ആൻഡ് മോട്ടീവ്സ് തുഗ്ലക് മീൻസ് 8 out of 10 ടൈംസ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് സിംബലിസം ഇൻ ദ എംപ്റ്റി ചെസ്റ്റ് അപ്പിയേഴ്സ് ഇൻ 7 out of 10 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. നെക്സ്റ്റ് കണ്ടംപററി റെലവൻസ് ഓഫ് സംസ്കാര എന്ന് പറയുന്ന ടോപ്പിക് 5 out of 10 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുണ്ട്. അടുത്തത് കരുക്ക് സോഷ്യൽ തീംസ് 5 out of 10 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുണ്ട്. ആൻഡ് അഗെയിൻ സോൾസ് ട്രൈബൽ ഫോക്കസ് 4 out of 10 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ മെമ്മറി ഇൻ ബേർഡ്സ് എന്ന് പറയുന്ന ടോപ്പിക് 4 out of 10 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. നറേറ്റീവ് സ്ട്രക്ചർ ഓഫ് തമസ് എന്ന് പറയുന്നത് 4 out of 10 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ പ്രയോറിറ്റി വൈസിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, ഒരു പ്രോബബിലിറ്റി ടേബിൾ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ എങ്ങനെ വേണം പഠിക്കാനായിട്ട്? നമുക്കറിയാം ഹൈ പ്രയോറിറ്റി അല്ലെങ്കിൽ ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻ നമ്മൾ നല്ല രീതിയിൽ റിവൈസ് ചെയ്യണം, ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ റിവൈസ് ചെയ്യണം. അതിന് നമ്മളൊക്കെ പല മെത്തേഡ്സും യൂസ് ചെയ്യാം. നമുക്ക് എസ്സേസ് എഴുതി പ്രിപ്പയർ ചെയ്ത് പഠിക്കാം. അതുപോലെ തന്നെ ടീച്ച് ബാക്ക് ടെക്നിക്, അതായത് നമ്മൾ നമ്മുടെ ഫ്രണ്ടിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്ന പോലെ നമുക്ക് ഇമാജിൻ ചെയ്ത് പഠിപ്പിച്ചു കൊടുക്കുന്ന പോലെ നമുക്ക് പഠിക്കാം. അല്ലെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് എസ്സേസ് ഒക്കെ എഴുതി ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഡിസ്കസ് ചെയ്ത ടോപ്പ് 10 ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് എഴുതി പ്രിപ്പയർ ചെയ്ത് അത് പഠിക്കാം. ഇനി മീഡിയം പ്രോബബിലിറ്റിയിൽ വരുന്ന ചോദ്യങ്ങളെ നമ്മൾ എങ്ങനെ വേണം പഠിക്കാനായിട്ട്? ഫ്ലാഷ് കാർഡ്സ് നമുക്ക് യൂസ് ചെയ്യാം. കീ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്തുകൊണ്ട് നമുക്ക് പഠിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഓറലി പ്രാക്ടീസ് ചെയ്യാം, വായിച്ച് പഠിക്കാം, അല്ലെങ്കിൽ എഴുതി പഠിക്കാം. കൂടുതലും ഫോക്കസ് ചെയ്ത് നമുക്ക് പഠിക്കാം. ആൻസേഴ്സ് എക്സാം അല്ലെങ്കിൽ എക്സാമിനേഴ്സ് വ്യൂ പോയിന്റ് വെച്ച് ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കാം. റിവ്യൂ എക്സാമിനേഴ്സ് മേക്കിംഗ് ഫോക്കസ് ഓൺ ദീസ് ആൻസേഴ്സ്. ദെൻ ലോ പ്രോബബിലിറ്റിയിൽ വരുമ്പോൾ നമ്മൾ അധികം ഫോക്കസ് ചെയ്യേണ്ട, ക്വിക്കായിട്ട് റിവൈസ് ചെയ്യാം. നമ്മുടെ ഒരു മൈൻഡ് മാപ്സ് ഒക്കെ സെറ്റ് ചെയ്ത് അല്ലെങ്കിൽ ചെറിയ ചെറിയ ബുള്ളറ്റിൻ പോയിന്റ്സിലൊക്കെ ആൻസർ എഴുതിയിട്ട് ക്വിക്കായിട്ട് നമുക്ക് പഠിക്കാവുന്ന ടൈപ്പ് ടോപ്പിക്സ് ആണ് ലോ പ്രോബബിലിറ്റിയിൽ വരുന്നത്. അത് സ്കിപ്പ് ചെയ്യരുത്. എല്ലാം നമ്മൾ പഠിക്കണം. മീഡിയം ആണെങ്കിലും ഹൈ ആണെങ്കിലും ലോ ആണെങ്കിലും പ്രോബബിലിറ്റി 10 ക്വസ്റ്റ്യൻസും നമ്മൾ നല്ല രീതിയിൽ തന്നെ പഠിക്കണം. പക്ഷേ ലോ പ്രോബബിലിറ്റിയിൽ വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടി സ്കിപ്പ് ചെയ്യല്ല, പക്ഷെ കുറച്ചും കൂടി സ്പീഡിൽ നമുക്ക് പഠിക്കാം. കൂടുതൽ ഫോക്കസ് ചെയ്യോ ടൈമോ ലോ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻസിന്റെ മുകളിൽ നമ്മൾ സ്പെൻഡ് ചെയ്യരുത്. നെക്സ്റ്റ് വിഷ്വൽ ഇൻഡിക്കേറ്റർ. ഇവിടെ നമുക്ക് കാണാം റെഡ് അല്ലെങ്കിൽ ഹൈ ഫ്രീക്വൻസിയിലുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഹൈ പ്രയോറിറ്റിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് റെഡിൽ കൊടുത്തിരിക്കുന്നത്. മീഡിയം എന്ന് പറയുന്നത് യെല്ലോയിലും ലോ എന്ന് പറയുന്നത് ഗ്രീനിലും കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ടോപ്പിക്സിന് നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഏറ്റവും ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസിന് നമ്മളുടെ ഹൈ, മീഡിയം അല്ലെങ്കിൽ ലോ ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത്.
ടോപ്പ് 10 ക്വസ്റ്റ്യൻസിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്ന ഒരു വിഷ്വൽ ഇൻഡിക്കേറ്റർ ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. റെഡ് എന്ന് പറയുന്നത് 80% ആണ്, യെല്ലോ 70%, ബീൻ 45% ആൻഡ് ഗ്രീൻ 25%. ഡിഫറെന്റ് കളർ കോഡ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ സിംബലിസം, ഇതിന്റെ സിഗ്നിഫിക്കൻസ് ആണെന്നുണ്ടെങ്കിൽ എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ കൊടുക്കാൻ കാരണം എന്നുള്ളത്. അപ്പൊ നമുക്കിവിടെ കാണാം റെഡ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആവർത്തിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് അല്ലെ, ഏറ്റവും കൂടുതൽ ഹൈ റെലവൻസ് അല്ലെങ്കിൽ ഹൈ പ്രോബബിലിറ്റി ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി നെക്സ്റ്റ് പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ. പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാൽ ജൂൺ 2025 നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന അല്ലെങ്കിൽ എന്ന് നമ്മൾ ഇത്രയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തുകൊണ്ട് തരുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് മോക്ക് പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ. മാക്സിമം മാർക്സ് 100 ആൻഡ് ടൈം എന്ന് പറയുന്നത് 3 hours ആണ്. ഇനി ഡിസ്കസ്, എല്ലാ ടോപ്പിക്സിനും എല്ലാ ക്വസ്റ്റ്യൻസിനും നമ്മൾ ആൻസർ എഴുതണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൾ ക്വസ്റ്റ്യൻസ് ക്യാരി ഈക്വൽ മാർക്സ്. ഡിസ്കസ് വിത്ത് റെഫറൻസ് ടു ദ കോണ്ടെക്സ്റ്റ് എനി 4 ഓഫ് ദ ഫോളോയിങ് പാസേജ്. കൊടുത്തിരിക്കുന്ന 5 കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങളിൽ 4 എണ്ണത്തിന് ആൻസർ എഴുതിയാൽ മതി. ഓരോന്നിനും 5 മാർക്കാണ്, അങ്ങനെ 20 മാർക്കാണ്. സോ ഇത് കോണ്ടെക്സ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. സോ ഓരോ ക്വസ്റ്റ്യനും ഏതിൽ നിന്നും എടുത്തതാണ്, ഓരോ കോണ്ടെക്സ്റ്റും ഏത് ടെക്സ്റ്റിൽ നിന്നുള്ളതാണ് നമുക്ക് നന്നായിട്ട് അറിയണം എന്നാൽ മാത്രമേ ഇതിന് ആൻസർ എഴുതാൻ പറ്റുള്ളൂ. സോ കോണ്ടെക്സ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. 4 ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യണം. ഈച്ച് ക്യാരി 5 മാർക്സ്. സോ ടോട്ടൽ 20 മാർക്സ്. നെക്സ്റ്റ് ഇസ് second one, analyze the role of ritual versus rebellion in Pranacharya's journey in Samskara. Pranacharya's journey in Samskara എന്നുള്ള ക്വസ്റ്റ്യന് 20 മാർക്കാണ്. നമുക്കറിയാം ബ്ലോക്ക് 2 സംസ്കാരയിൽ വരുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഓർ ക്വസ്റ്റ്യൻ. ഓർ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ അതും നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാം. അത് ബ്ലോക്ക് 3 തമസിൽ വരുന്നതാണ്. ഏതെങ്കിലും ഒന്ന് നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാം. ഇറ്റ് ക്യാരീസ് 20 മാർക്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3 ഇതേപോലെ തന്നെ ഓർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോ ഓർ ക്വസ്റ്റ്യനിൽ ആദ്യത്തെ ചോദ്യം ബ്ലോക്ക് 7 തുക്ലക്കിൽ വരുന്നതും രണ്ടാമത് ബ്ലോക്ക് 8 വരുന്നതാണ്. അപ്പൊ അതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമ്മൾ അറ്റംപ്റ്റ് ചെയ്യാം. ആൻഡ് ഇറ്റ് ക്യാരി 20 മാർക്സ്. നെക്സ്റ്റ് ഫോർത്ത്, റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ എനി 2 ഓഫ് ദ ഫോളോയിങ്. ഈ തന്നിരിക്കുന്നതിലെ ഏതെങ്കിലും 2 ക്വസ്റ്റ്യൻ നമ്മൾ അറ്റംപ്റ്റ് ചെയ്യാം. ആൻഡ് ഷോർട്ട് നോട്ട് ആയിട്ടാണ് എഴുതേണ്ടത്, എസ്സേ ടൈപ്പ് അല്ല. സോ ഈച്ച് ക്യാരി 10 മാർക്സ്. ഏതെങ്കിലും 2 ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യാം. ഈച്ച് ക്യാരി 10 മാർക്സ്. സോ ഇൻ ടോട്ടൽ 20. നെക്സ്റ്റ് ഫിഫ്ത് ക്വസ്റ്റ്യൻ, അതും ഒരു ഓർ ക്വസ്റ്റ്യൻ ആണ്. അത് ഏതെങ്കിലും ഒന്ന് അറ്റംപ്റ്റ് ചെയ്യാം. ഒന്ന് ബ്ലോക്ക് 8 നിന്നും ഒന്ന് ബ്ലോക്ക് 4, 5 നിന്നും വരുന്നതാണ്. ഷോർട്ട് സ്റ്റോറി ആണ് ഒന്ന്. ഏതെങ്കിലും ഒന്ന് അറ്റംപ്റ്റ് ചെയ്യാം. ആൻഡ് ഇറ്റ് ക്യാരി 20 മാർക്സ്. ഇങ്ങനെയാണ് നമ്മുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ 100 മാർക്സിന്റെ ഈ ഒരു പേപ്പർ വരുന്നത്. ഓക്കെ, സോ വളരെ നല്ല രീതിയിൽ പഠിക്കുക. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾ കുറച്ചും കൂടി ഫോക്കസ് ആയിട്ടുള്ള രീതിയിൽ പഠിക്കുക. നല്ല രീതിയിൽ റിവൈസ് ചെയ്യുക. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാവരും നല്ല മാർക്കോട് കൂടിയിട്ട് പാസ്സാവട്ടെ. ഓക്കെ, താങ്ക് യു.